ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. ഇന്ന് നമ്മളുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ അരിമണിയുടെ ഫോട്ടോഷൂട്ട്. അവനെ നമുക്ക് കുഞ്ഞി കൃഷ്ണനാക്കണം. കുഞ്ഞി കൃഷ്ണൻ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറണം. ഞാൻ ഒരാളോട് നേരത്തെ ഒരുങ്ങിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഒരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. ടോയ് റെഡി ആയില്ലേ? കൊള്ളാം. സമയം ഞാൻ പോകാൻ പോട്ടെ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ക്രീം ഇട്ടിട്ട് ഇത്ര പെട്ടെന്ന് വരുമോ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയി. പറഞ്ഞിട്ടോ? ഡ്രസ് മാറാൻ പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയി. ഇപ്പോഴത്തെ സമയമൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടോ പോകുന്നത്. നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഫേസ് വാഷ് ചെയ്യാം. ബൈ ദ വേ, ഫേസ് വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇങ്ങനെ പുതിയ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും നല്ലതാണോ ഇല്ലയോ. അപ്പൊ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ഒരു പുതിയ ഫേസ് വാഷ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കം ഓൺ ഗൈസ്. ഇങ്ങോട്ടാണോ ഉച്ചയും പറിച്ചു പോണത്? അതാണ് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ്. ഡെഡ് സ്കിൻ സെൽസ്, സ്ട്രെസ്, ഫ്രീ റാഡിക്കൽസ് എല്ലാം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡൾ ആക്കും. സോ നല്ല ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഡൾ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹിമാലയയുടെ ഈ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നസിനെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സ്കിൻ ഓവർ ഡ്രൈയിങ് ആവാതെ ക്ലെൻസ് ചെയ്യുന്നു, സ്കിൻ നല്ല ഹെൽത്തി ആക്കുന്നു, ഡൾ സ്കിൻ ബ്രൈറ്റൻ ആവാൻ ഇൻസ്റ്റന്റ്ലി ബൂസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇത് ഫ്രീ ഫ്രം പാരാബെൻസ് ആൻഡ് സിലിക്കോൺ. ചെറുതായിട്ടൊന്ന് നനച്ച ഫേസിൽ ചെറിയ എമൗണ്ട് ഫേസ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി കളയുക, ഒന്ന് ഉണക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഡെയിലി ട്വൈസ് യൂസ് ചെയ്യുക. ഫോളോ അപ്പ് ആയിട്ട് ഹിമാലയയുടെ തന്നെ വൈറ്റമിൻ സി ഓറഞ്ച് സെറം ക്രീമും കൂടെ യൂസ് ചെയ്താൽ മോയ്സ്ചർ ഫേസിൽ ലോക്കായി തന്നെ ഇരിക്കും. ഇതിൽ ഇവർ പറയുന്നത് ഇതിലെ വൈറ്റമിൻ സി സ്കിൻ ഓവർ ഡ്രൈ ആവാതെ ബ്രൈറ്റൻ ആക്കുന്നു. ഇതിലെ നാച്ചുറൽ സെല്ലുലോസ് ബീറ്റ്സ് ഡീപ് സീറ്റഡ് ഇമ്പ്യൂരിറ്റീസ് നല്ല ഡെലിക്കേറ്റ്ലി റിമൂവ് ആക്കുന്നു. ഇത് 3 വേരിയന്റിൽ അവൈലബിൾ ആട്ടോ: ഓറഞ്ച്, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ നമുക്ക് പോയി റെഡി ആവാം. കം ഓൺ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അരിമണിയുടെ ഡ്രസ് എടുക്കാൻ പോവാ അല്ലെ? എവിടെ 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 സാധനം കിട്ടി? ഓപ്പൺ ചെയ്യൂ. ഞാനും ഓർത്ത്. ഇത് കൃഷ്ണന്റെ തലയിൽ വെക്കുന്ന സാധനം. അരയിലൊരു കെട്ട് സഞ്ചി കാണത്തില്ലയോ, അത്. ഇത് അച്ഛതില് കുറച്ച് കാശിട്ട് കൊടുക്കണം കുഞ്ഞിന്. എങ്ങനെ അച്ഛ ആ സഞ്ചി നിറച്ച് കുഞ്ഞിന് കാശിട്ട് കൊടുക്കണം. ഒരു 50 രൂപ ചില്ലറ മേടിക്കും, അപ്പൊ നിറഞ്ഞു കിട്ടും. അതിനിവിടെ പ്രസക്തി ഇല്ല. എന്തായാലും നിറച്ചു. അവന്റെ ഡ്രസ് ചവല ആൻഡ് നീല ആൻഡ് മഞ്ഞ. പിന്നെ കൃഷ്ണന് മാലയൊക്കെ ഉണ്ട്. അരപ്പട്ട അതിങ്ങനെ ഇങ്ങനെ ഇടുന്ന ഒരു ഷോളുണ്ട്, കുഞ്ഞു പാന്റ്. അപ്പൊ ഇത്രേ ഉള്ളത്. ഇനി നമുക്ക് പടക്കം മേടിക്കാൻ പോകും. വിഷുവിന് പടക്കം മുഖ്യം. അപ്പൊ നമ്മള് പടക്കം മേടിക്കാൻ വന്നേക്കുമല്ല, റെസ്റ്റോറന്റില് നമ്മള് ഭക്ഷണം കഴിക്കാൻ. വീരുക്കുട്ടയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു ചായ കുടിച്ച്, എനിക്ക് ചായ മതിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവൻ നിർബന്ധിച്ചപ്പോ ഞാനൊരു അൽഫാമും 2 കുബൂസും ഓർഡർ ചെയ്തു. അല്ലേ വീരുക്കുട്ടെ? 4 എന്ത് നിങ്ങൾ നോക്കുന്നത്? നീ ഇങ്ങനെ നോക്കുക, ആൾക്കാർ വിചാരിക്കില്ലേ ഞാൻ പറഞ്ഞൊക്കെ നോണേണെന്ന്. അല്ല ഗൈസ്, ഇദ്ദേഹം പറഞ്ഞ എല്ലാ സത്യമാണ്. എനിക്കാണ് വിശന്നത്, എനിക്കാണ് ചായ വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കുബൂസൊക്കെ അല്ല അൽഫാമും കുബൂസൊക്കെ. ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മള് പടക്കം മേടിക്കാൻ പോകുന്നത്. കുട്ട പറഞ്ഞു പടക്കം പൊട്ടി ചത്ത് കഴിഞ്ഞാല് വിശക്ക് പിന്നെ ഉണ്ണാൻ പറ്റത്തില്ലല്ലോ. നമ്മള് സ്കിപ്പിക്കും നീമോയ്ക്കും പ്രശ്നം വരാത്ത രീതിയിലുള്ള പടക്കം വേണം മേടിക്കാൻ. അവന്മാർക്ക് ഭയങ്കര സൗണ്ട് പറ്റത്തില്ല. അമിട്ട് ഗർഭം കലക്കി ഇതൊക്കെയാണ് വാങ്ങുന്നത്. അപ്പൊ നമ്മള് നല്ല ക്ഷമയോടെ നിന്ന് പടക്കം വാങ്ങിക്കണമെങ്കിൽ നമ്മളുടെ വയറൊക്കെ നിറഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവനക്കൂട്ടെ ഫുഡ് കഴിക്കാന്ന്. ഫുഡ് വരണ്ട കേട്ടോ. അപ്പൊ ശരി വെക്കട്ടെ. ഇവനക്കൂടെ എന്ത് ചെയ്യുന്നു എഡിറ്റ് ചെയ്ത് ഫോട്ടോ എഡിറ്റ് വിഷുവിന് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ. അൽഫാമൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് കഴിക്കാൻ പോണേ. എനിക്ക് ഇച്ചിരി കിട്ടിയ ഭാഗ്യം നിർദ്ദേശിച്ചാൽ മതി. ഈ കാണുന്ന ഇങ്ങിരിക്കുന്നുള്ളൂ. ഊട്ടുകഥ തീറ്റയാണ്. പിന്നെ വളരെ കുറച്ച് കഴിക്കാം. 2 മന്തി, അൽഫാമ്പ്. ഞാൻ നാളെ മലയാ നന്നായി. ഇത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് ഒരു പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് നാളെ ആയിട്ടില്ല. ഈ നമ്മളൊക്കെ ദിവസം മുന്നോട്ടാ, ഇദ്ദേഹത്തിന് പിന്നോട്ടാ. കാരണം ഇതുവരെ നാളെ ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ പടക്കം മേടിക്കാൻ പോണം.
ഇരവിഴുങ്ങിയ പാമ്പ് കണക്ക് ഞങ്ങൾ രണ്ടുപേരിരിക്കുന്നതിന്റെ കാര്യം വയറ് നിറഞ്ഞു. അതാണ് കാര്യം. ഡായ് മുനിയണ്ടി ഹലോ അയ്യ എന്ന് വീട്ടിൽ പോയിട്ട് ഉറങ്ങിയാ കൊള്ളാതുണ്ടല്ലേ. പക്ഷെ നടക്കത്തില്ലല്ലോ. ഇനിയാണ് അവന്റെ പുറകെ ഒരു മൽപ്പിടുത്തം. അവനെ നമുക്കിനി കൃഷ്ണനാക്കണം, ഒരുക്കണം. അയ്യ ഫോട്ടോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, എന്തൊക്കെ പരിപാടി. അപ്പൊ നമുക്ക് പടക്കം മേടിക്കാൻ പോവാം. അദ്ദേഹം പടക്കം വെച്ചിരിക്കുകയാണ്. ഹലോ നമ്മൾ വീടെത്തി. അങ്ങനെ പടക്കവും ആഹാരവും ഉണ്ണിക്കണ്ണന്റെ ഡ്രസ്സുമായി അതാ വരുന്നു നമ്മുടെ അച്ഛനെ കണ്ട ആവേശത്തിൽ. എന്റെ ഒക്കത്തിരിക്കും. അത് കണ്ടോ, ഇപ്പൊ കാന്തം ആകർഷിക്കുന്ന പോലെ ചാടൂട്ടോ അങ്ങോട്ട്. പക്ഷെ അച്ഛൻ കൈയൊക്കെ കഴുകി അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ പുത്രനെ എടുക്കാൻ പാടുള്ളൂ. ഞാൻ നീക്കുവാണ്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഷൂട്ടൊക്കെ. ഇപ്പൊ നിങ്ങൾ കണ്ട പരാക്രമമാണ് കണിക്കൊന്ന കപ്പൽ. ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കണിക്കൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് അപ്പുറത്ത് മുറിപ്പെട്ടു വലിച്ച് ദൈവന് ഭംഗി കൂട്ടാനുള്ള സിനിമയുടെ തത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി കൃഷ്ണനെ റെഡിയാക്കാം. ഇവിടെ വാ. അങ്ങനെ നമ്മളുടെ കിച്ചന് റെഡി ആയിരിക്കുകയാണ്. കിച്ചന് ഭയങ്കര ബിസിയാണ്. കൃഷ്ണന്റെ കിരീടം അമ്മ ഇത്തിരി ടൈറ്റ് ആക്കട്ടെ. കൃഷ്ണൻ എപ്പോഴും സൂപ്പർവൈസിങ് വേണേ. രണ്ടാൾക്കാർ എപ്പോഴും കൃഷ്ണൻ നോക്കിയില്ല. കൃഷ്ണൻ മുഖം താഴെ വീഴും. ഏറ്റവും മെഞ്ഞ് എല്ലാം സെറ്റാ. വന്നാൽ മതി. കൃഷ്ണ വലിഞ്ഞു കയറുന്നത് എങ്ങോട്ടാ? കൃഷ്ണൻ വലിഞ്ഞു കയറുന്നേ. മിസ്റ്റർ കൃഷ്ണൻ. ട്രെൻഡ് പാടില്ലേ? അമ്പുരുവേ
അങ്ങനെ നമ്മളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ ശേഷം എന്താ ഇതാണ് ഇപ്പോഴത്തെ അവസാനം. ഇനിയിപ്പോ ഇത് കൃഷ്ണൻ എന്നറിയാം ആകെ ഉള്ള ഒരു ഒറ്റ അടയാളം നെറ്റിക്കുള്ളതാണ്ട് പൊട്ട് മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾ സ്നഗ്ഗിമാനായി. സ്നഗ്ഗിമാൻ ടിഷ്യൂ തിന്നെ നോക്കി. എടാ ഇത് ടിഷ്യൂടാ, ഇത് നനക്കടാ. ആണോ? ഓക്കെ, അപ്പൊ സംഭവം ഇത്രയാണ് നമ്മുടെ ഒരു വിഷു ഷൂട്ടിങ്. നമ്മുടെ പടക്കൊക്കെ പൊട്ടിക്കേണ്ട അതൊന്നും കാണിക്കുന്നില്ല. ഓൾറെഡി ഇപ്പൊ വീഡിയോ ഇത്ര ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പൊ ഫോട്ടോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ശീതൾ എൽസ, അല്ലെങ്കിൽ വിനു വിനേഷ്, അല്ലെങ്കിൽ അരിമണിയുടെ ഇൻസ്റ്റ ഐ ഡി വിതൈൻ ശീതൾ വിനു. അതോ വിതൈൻ വിനു ശീതളാണോ? വിതൈൻ വിനു ശീതൾ. അയ്യോ, വിതൈൻ ശീതൾ വിനു അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിലും നമ്മുടെ ഈ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അല്ലെങ്കിൽ ശീതൾ വിനു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ശീതൾ വിനു, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റും. ഇത്ര ഇടുന്ന കാരണം വേറൊന്നുമല്ല, നമ്മൾ എപ്പോഴും പറയും ഇൻസ്റ്റയിൽ ഫോട്ടോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വരുന്ന കമന്റ് ഒക്കെ ചേച്ചി ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ല, യൂട്യൂബ് വീഡിയോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്, മിന്നിച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് കണ്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ശീതൾ വിനു ബേബി കൃഷ്ണൻ ഫോട്ടോ അങ്ങനെ എല്ലാം സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ അരിമണിയുടെ ഈ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ വാങ്ങിക്കാമല്ലോ. സോ അത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റും, അതായത് ഇവൻ നമ്മുടെ അരിമണി യൂസ് ചെയ്ത നിക്കറ് കളസങ്ങൾ ഉൾപ്പെടെ അതൊരു സെറ്റാണ്. അതെ, ബോക്സിലൊരു സെറ്റ് ആയിരുന്നു. പിന്നെ എന്റെ ഡ്രസ്സ്, ആ ഡ്രസ് കൊടുത്തേക്കാം. ഇതും ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിലൊരു ഷോൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എന്തൊക്കെ, ഇപ്പൊ ഞങ്ങളുടെ ക്യാമറ ട്രൈപോഡ് വേണമെങ്കിൽ അതൊന്നും ടാഗ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. യെസ്, കാരണം വേറൊന്നുമില്ല, ഇങ്ങനെ എല്ലാവരും ഇതിന്റെ ലിങ്ക് വരുക എന്ന് ചോദിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ചോദിച്ചോണ്ടിരിക്കും. അപ്പോ വിട്ടുകളയാ, സിമ്പിൾ. കാരണം നമുക്ക് ഇപ്പൊ ഒരു 100 കമന്റ് നമുക്ക് 100 നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. അത് ഏറ്റവും എളുപ്പം വഴി വെച്ചാൽ നമുക്ക് ടാഗ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ടാഗ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോയിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ കാണുന്ന പാവ വേണോ, കാണുന്ന ഫ്ലാസ്ക് വേണോ, പറയൂ. എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എല്ലാം ഉണ്ടാക്കിയതേക്കാം. അതെ, എല്ലാം ഉണ്ടാക്കിയതേക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂസ് ചെയ്യുന്ന ക്യാമറ അറിയണോ, ഞങ്ങളുടെ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് അറിയണോ, ഫാൻ വേണോ, അതായ വിൽപ്പന. അതല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ. അപ്പൊ കുഞ്ഞു കൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു കൊച്ചു പറയുന്നത് എങ്ങനെ, സർപ്പക്കറൈ. എനിക്ക് ഇവന്റെ ഈ സെറ്റില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കയ്യിലിടുന്ന സാധനം നല്ല രസമുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയപ്പോ ഇത് ഊരി ഇവിടെ വന്നപ്പോ അവൻ നോക്കി എന്റെ കൈ കേറി, അറിഞ്ഞില്ല. അച്ഛനൂടെ തിരക്കിട്ട് കളിക്കുന്നതിന്റെ ഇടയിൽ അവൻ അറിഞ്ഞില്ല ആ സാധനം കയ്യിലൊക്കെ കയറിയത്. ഞങ്ങൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ടില്ലാണ്ട് പരിപാടി നടന്നു. ഇനിയിപ്പോ ബാക്കി വിനക്കൂട്ട എഡിറ്റിങ്ങിലാണ് നോക്കേണ്ടത്. 10 എഴുതിയേക്കണൊക്കെ കിട്ടിയോ ആണോ? കിട്ടി സാധനം കിട്ടി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാം. അടുത്ത വർഷം 2000 രൂപയില്ലേ ഇപ്പൊ പാക്ക് ചെയ്ത് വെച്ചാല്, അടുത്ത വർഷം നോക്കുമ്പോഴത്തേക്കും 2000 രൂപ. നമ്മുടെ മറ്റേ നോട്ടൊക്കെ ബാൻ ചെയ്തോലെ 500 നോട്ടൊക്കെ ബാൻ ചെയ്യണം. ഇതൊക്കെ ഇതിനകത്ത് ഇരുന്നിട്ട് അറിയില്ല. നമുക്ക് വിനക്കുട്ടയ്ക്ക് പഴയ കോയിൻ കളക്ഷൻ, നോട്ട് കളക്ഷൻ ഒക്കെ ഉള്ള വീട്ടിൽ. അതെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും ഓർത്ത സ്ഥിതിക്ക് നമുക്ക് എടുത്തു നോക്കാം. അവൻ അറിയില്ലല്ലോ. നാളെ ഇത് തന്നെ അവന് കൈ മറ്റേ വിഷുക്കണിയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ട് വിഷുക്കണിയായിട്ട് കൊടുക്കാൻ കിളിയായിട്ടല്ലേ കഴിഞ്ഞിട്ടായിട്ട് കൊടുക്കാൻ അറിയത്തില്ല. കൊറേ വർഷം കഴിഞ്ഞാൽ അവൻ ഈ വീഡിയോ കാണുമ്പോ അമ്മേ ഒരുമാതിരി പോക്കൃത്തരം കാണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ എന്തൊക്കെയോ ചെയ്യുക. ബൈ ബൈ. സ്റ്റൈലാ.